ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എങ്ങനെയാണ് ഒരു ഫയർ പമ്പ് വർക്ക് ചെയ്യുന്നത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൊണ്ട് മറക്കാതെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അതായത് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കണം. എന്തിനാണ് ഫയർ പമ്പുകൾ യൂസ് ചെയ്യുന്നത്? ഫയർ പമ്പ് യൂസ് ചെയ്യുന്നത് ബിഗ് ഫയറിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അത് വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഈ ഫയർ പമ്പ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ എക്സ്റ്റിങ്വിഷർ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരിക്കലും നമുക്ക് പോയിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടെ അത്രയും ചൂടായിരിക്കും ആ ഒരു ഏരിയയിൽ അവിടെ ഉണ്ടാവുക. അപ്പോൾ ഫയർ പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോഴേ ഒരു പമ്പ് റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇതായിരിക്കുന്നു നമ്മുടെ 43 HP കിർലോസ്കറിൻ്റെ ഡീസൽ എഞ്ചിനാണിത്. പിന്നെ അതിൻ്റെ പാനലാണിത്. അതായത് നമ്മുടെ ഈ എഞ്ചിൻ ഓണാക്കാനും മാനുവലി ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ ഉള്ള ഒരു പാനലാണിത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള RPM കാര്യങ്ങളൊക്കെ ഈ ഒരു മീറ്ററിൽ റണ്ണിങ് ടൈമിൽ ഷോ ചെയ്ത് കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ടാവും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഒരു വെസൽ പോലൊരു സാധനം കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രഷർ റിലീസിങ് വാൽവ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഈ എഞ്ചിൻ്റെ മെയിനായിട്ടുള്ള പാനൽ. അതായത് ഈ എഞ്ചിൻ മാനുവൽ മോഡിലോട്ടും ഓട്ടോ മോഡിലോട്ടും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന മെയിൻ പാനലാണിത്. പിന്നെ അതുകൂടാതെ ഇതാണ്ട് ഈ കാണുന്നതാണ് ജോക്കി പമ്പ്. അതെന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്നതാണ് ഡീസൽ ടാങ്ക്. ഡീസൽ ടാങ്കാണ്, ഫയർ പമ്പിൻ്റെ ഡീസൽ ടാങ്കാണ്. പിന്നെ അത് കാണാൻ പറ്റുമോ? അതാണ് അതിൻ്റെ പ്രഷർ ഗേജ്. ഈ കാണുന്ന രണ്ടെണ്ണമാണ് പ്രഷർ ഗേജ്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് പ്രഷർ മീറ്റർ. അതായത് പൈപ്പിനുള്ളിലുള്ള പ്രഷർ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആ പ്രഷർ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പമ്പ് റൂമിൽ മെയിനായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതുണ്ട്, ഇതിനപ്പുറത്തോട്ട് വാട്ടർ ടാങ്കാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പുറത്ത് വാട്ടർ ടാങ്കാണ്. ഈ വാട്ടർ ടാങ്കിൻ്റെ അങ്ങ് ബോട്ടം ലെവലിലാണ് ഈ ഒരു സെക്ഷൻ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വാട്ടർ ടാങ്ക് ഇപ്പം വാട്ടർ ടാങ്ക് ഇതുവരെയാണ് ഉള്ളെങ്കിൽ ഇത്രയാണ് വാട്ടർ ടാങ്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ടർ ടാങ്കിന് ഈ ഒരു ലെവലിലാണ് നമ്മൾ ഈ ഒരു പൈപ്പ് ലൈന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ സെക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. അത് വെള്ളം സക്ക് ചെയ്തെടുത്ത് ഈ ഒരു ഏരിയ കൂടെയാണ് വെള്ളം നമ്മൾ വലിച്ചെടുക്കുന്നത്. അതായത് ഈ ഫയർ പമ്പ് ഈ ഒരു ഏരിയയിലൂടെയാണ് വെള്ളം ഹൈ പ്രഷറിൽ വെള്ളം വലിച്ചെടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് കണ്ടോ, ഇത് 8 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഈ 8 ഇഞ്ച് പൈപ്പ് ത്രൂ വഴി നേരെ വന്നിട്ട് 6 ഇഞ്ചായിട്ട് ഇത് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? ഈ 6 ഇഞ്ചിൽ നിന്ന് നേരെ ഇതിൻ്റെ മെയിൻ ഹെഡർ ലൈനിൽ വരും. ഈ ഹെഡർ ലൈനിൽ നിന്ന് നേരെ ഈ സാധനം ഈ ഹെഡർ ലൈൻ ത്രൂ വഴി നേരെ ഈ സംഭവം ഔട്ടർ ലൈനിലേക്ക് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അതിൽ മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഈ ഒരു സെക്ഷൻ ലൈൻ നമ്മൾ കൊടുക്കുമ്പോൾ ടാങ്കിൻ്റെ ഏറ്റവും ബോട്ടം ലെവലിലായിരിക്കണം ഈ സെക്ഷൻ ലൈൻ നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം കൂടുതൽ നമുക്ക് സക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ടാങ്കിൻ്റെ ഇതിപ്പോൾ ഇത്ര ഒരു ടാങ്കാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടത്തെയാണ് കൊണ്ടുപോയിട്ട് സെക്ഷൻ ലൈൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ഥലത്തെ വെള്ളം നമുക്ക് വേസ്റ്റാണ്. കാരണം ഇത്രയും സ്ഥലത്തെ വെള്ളം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഇവിടെ തൊട്ട് മേപ്പോട്ടുള്ള ഏരിയയിലുള്ള വെള്ളം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ ഏറ്റവും താഴത്തെ ലെവലിൽ വേണം ഈ ഒരു സെക്ഷൻ ലൈൻ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് സെക്ഷൻ ലൈൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ടാങ്കിൻ്റെയൊക്കെ പണി കഴിയുന്ന സമയത്ത് തന്നെ അവിടെ കോർക്കട്ട് ചെയ്യണം. കാരണം വെള്ളമൊക്കെ നിറച്ചിട്ട് കോർക്കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പം കോർക്കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടാങ്ക് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ കോർക്കട്ടൊക്കെ ചെയ്ത് പൈപ്പ് ലൈൻ അതിൻ്റെ ഉള്ളിലോട്ട് തന്നെ ഫസ്റ്റ് ഒരു ലൈൻ കൊടുത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ടാങ്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കോർക്കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ഒരു സംഭവങ്ങളൊക്കെ ആദ്യമേ ചെയ്ത് വെക്കുക. ഓക്കെ. ടാങ്കിൻ്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ തന്നെ അത്തരത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക.
അടുത്തായിട്ട് പറയാനുള്ളത് ഈ ജോക്കി പമ്പിനെ കുറിച്ചിട്ടാണ്. ഈ ജോക്കി പമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൈപ്പ് ലൈൻ ഉണ്ടല്ലോ, അതായത് ഓഫ് കണ്ടീഷനിൽ ഈ പൈപ്പ് ലൈനിലുള്ള പ്രഷറിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ജോക്കി പമ്പ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഫയർ പമ്പിൻ്റെയും ഈ ജോക്കി പമ്പിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഈ ജോക്കി പമ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എൻജിനൊക്കെ എല്ലാം ഓഫായി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ പൈപ്പ് ലൈനിലുള്ള പ്രഷർ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ പൈപ്പ് ലൈനുള്ളിൽ 6 ബാർ പ്രഷറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓഫ് ടൈമിൽ ഈ 6 ബാർ പ്രഷർ ഈ പൈപ്പ് ലൈനിൽ ഉണ്ടായിരിക്കണമല്ലോ. അപ്പം ഈ 6 ബാർ പ്രഷറിന് താഴോട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു ജോക്കി പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയും ചെയ്യും. 6 ബാർ പ്രഷർ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. ഇനി ഈ ഫയർ പമ്പിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏതെങ്കിലും ഒരു പൈപ്പ് ലൈന് അത് ഓരോ ഔട്ട്ലെറ്റ് വാൽവ് വെളിയിൽ നിന്ന് ആരെങ്കിലും ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പൈപ്പ് ലൈനിലോട്ട് മാക്സിമം ഫോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 6 ബാർ ആണെങ്കിൽ 6 ബാർ ഫോഴ്സ് മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഫയർ പമ്പിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പം ഈ ജോക്കി പമ്പിൻ്റെയും അതുപോലെ തന്നെ ഈ ഫയർ പമ്പിൻ്റെയും പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡീസൽ ടാങ്കിനെ കുറിച്ചിട്ടാണ്. കണ്ടോ, ഇപ്പോൾ ഡീസൽ ടാങ്കിനുള്ളിൽ ഡീസലിൻ്റെ ഒക്കെ അളവ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിലൊരു ട്യൂബ് ഉണ്ടാവും. എല്ലാ ഫയർ പമ്പിലും ഉണ്ടാവും ഈ സംഭവം. ഫയർ പമ്പിൻ്റെ ഡീസൽ ടാങ്കിലും ഉണ്ടാവും ഈ സംഭവം. അപ്പോൾ ഈ ഒരു ട്യൂബ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിനുള്ളിൽ എത്രത്തോളം ഡീസൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഏകദേശം ഇത്രത്തോളം ഡീസൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒരു 3/4 ഭാഗത്തോളം ഉണ്ട് ഡീസൽ ഇതിനകത്തോളം ഉണ്ട്. എപ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും ഈ ഒരു ഡീസൽ ടാങ്ക് ഫുള്ളാക്കി വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. കാരണം ഏത് സമയത്താണ് എമർജൻസി വരികയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ബിഗ് ഫയർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഒരുപാട് സമയം നമുക്ക് ഓണാക്കി ഇടേണ്ടി വരും. അപ്പം അത്രയും സമയം ഓണായി കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കറക്റ്റായിട്ട് ഒരുപാട് ഡീസലും നമുക്ക് ആവശ്യമായിട്ട് വരും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും നിങ്ങൾ ഡീസൽ ടാങ്കിനുള്ളിൽ എപ്പോഴും ഡീസൽ സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം ഫുൾ ടാങ്ക് തന്നെ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഈ പ്രഷർ മീറ്ററിനെ കുറിച്ചിട്ടാണ്. ഈ പ്രഷർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പൈപ്പ് ലൈനുള്ളിലുള്ള പ്രഷർ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ. ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഇപ്പോൾ 6 ബാർ പ്രഷർ ഉണ്ട്. അതിനർത്ഥം ഈ പൈപ്പ് ലൈനിലെല്ലാം ഇത് 6 ബാർ പ്രഷർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻഡ് ആണ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പൈപ്പ് ലൈനിനുള്ളിൽ ഏതെങ്കിലും ടൈപ്പിലുള്ള ഒരു ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നീഡിൽ കറക്റ്റായിട്ട് ലോ പൊസിഷനിലോ അല്ലെങ്കിൽ 0-ലോ വന്ന് കിടക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എവിടെ ഒരു ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാനും നമുക്കത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അതാണ് ഈ പ്രഷർ മീറ്ററിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഈ പ്രഷർ ഗേജിനെ കുറിച്ചിട്ടാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 2 ടൈപ്പിലുള്ള പ്രഷർ ഗേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പം ഇതിൽ നമ്മളിപ്പോൾ ടോട്ടൽ 2 പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു പ്രഷർ ഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോക്കി പമ്പിൻ്റെയും ഒരെണ്ണം നമ്മുടെ മെയിൻ DG പമ്പിൻ്റെ ആയിരിക്കും. അപ്പോൾ ജോക്കി പമ്പിൽ നമ്മൾ പ്രഷർ സെറ്റ് ചെയ്തിരിക്കുന്നത് 6 ബാർ പ്രഷറിലാണ്. മെയിൻ പമ്പിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 5 ബാറിലും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ എൻജിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ഓട്ടോ മോഡിലായിരിക്കണം. മനസ്സിലായോ? അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു എമർജൻസി വരുന്ന ഒരു ഫയർ എമർജൻസി വരുന്ന സമയത്ത് പ്ലാന്റിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു പൈപ്പ് ആരെങ്കിലും ഹോസ് കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ എഞ്ചിൻ അങ്ങ് സ്റ്റാർട്ട് ആയിക്കോളും. നമ്മളിവിടെ വന്ന് മാനുവലി ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ എഞ്ചിനെല്ലാം ഓട്ടോമാറ്റിക്കലി ഓണും ഓഫ് ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രഷർ ബേസിലാണ് ഈ സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രഷർ എത്രയാണ് നമ്മൾ പൈപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ പ്രഷർ ഗേജിലാണ്. മനസ്സിലായോ? ഈ പ്രഷർ ഗേജിലാണ് നമ്മൾ എത്ര ഗേജ് പ്രഷറാണ് പൈപ്പിനുള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് ഉള്ള കമാൻഡ് നമ്മൾ പാനലിലോട്ട് കൊടുക്കുന്നത്. പാനൽ അതിനനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാമോ, ഞാൻ വേറെ സംഭവം പറഞ്ഞുതരാം. നമ്മുടെ രാത്രി സമയങ്ങളിലൊക്കെ ഈ പൈപ്പ് ലൈനൊക്കെ ഒരുപാട് തണുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെയിലും കാര്യങ്ങളൊന്നുമില്ല, തണുത്തിരിക്കും ഇല്ലേ പൈപ്പ് ലൈൻ. അപ്പോൾ ആ തണുപ്പ് വരുന്ന സമയത്ത് ചില സമയത്തൊക്കെ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്ന സമയത്ത് ഇപ്പോൾ 6 ബാർ പ്രഷർ എപ്പോഴും നമുക്ക് പൈപ്പ് ലൈനിനുള്ളിൽ തന്നെ മെയിൻറ്റെയിൻ ആയി നിൽക്കണം. ആ 6 ബാർ പ്രഷറിന് താഴോട്ട് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? ഈ ജോക്കി പമ്പ് ഓൺ ആവണം. ഓക്കെ, ജോക്കി പമ്പിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്താ? കറക്റ്റായിട്ട് പൈപ്പ് ലൈനിനുള്ളിൽ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ജോക്കി പമ്പിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ പമ്പിൻ്റെ എന്താ?
എത്ര പ്രഷറാണോ നമ്മുടെ പൈപ്പിൽ നമുക്ക് അത് പൈപ്പ് ലൈനുള്ളിൽ വേണ്ട അത്രത്തോളം ആ ഒരു ഫോഴ്സ് നമ്മുടെ പൈപ്പ് ലൈനുള്ളിലോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 6 ബാർ പ്രഷറിന് താഴോട്ടാണ് നമ്മൾ പ്രഷർ വരുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജോക്കി പമ്പ് ഓൺ ആവണം. 6 ബാർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം ജോക്കി പമ്പ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവണം. അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി മെയിൻ പമ്പ് എപ്പോഴാണ് ഓപ്പൺ ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു നോർമലി ഒരു ചെറിയ രീതിയിലൊക്കെയാണ് പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഓട്ടോ മോഡിൽ ഈ ജോക്കി പമ്പിൽ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോയിക്കോളും. അത് പ്രഷർ മെയിൻറ്റെയിൻ ആയി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓഫ് ആയി പോയിക്കോളും. പക്ഷേ മെയിൻ പമ്പ് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വാൽവ് അവിടെ തുറന്നിട്ടുണ്ട്, വാൽവ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ സംഭവം 6 ബാറിൽ നിന്നും താഴ്ന്ന് 5 ബാറിൽ നിന്നും താഴ്ന്ന് ഇങ്ങനെ താഴോട്ടൊക്കെ വരും. താഴോട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എഞ്ചിൻ കൊണ്ട് സ്റ്റാർട്ടാകും. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യും, വീണ്ടും ഈ പൈപ്പ് ലൈനുള്ളിലോട്ട് 6 ബാർ പ്രഷർ വീണ്ടും വരും. അതിങ്ങനെ മെയിൻറ്റെയിൻ ആയി ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? അപ്പം അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇതും ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സംഭവം മനസ്സിലാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇത് നമ്മുടെ ഫയർ ഫൈറ്റിംഗ് എൻജിൻ കൺട്രോൾ പാനലാണ്. അതായത് ജോക്കി പമ്പും പിന്നെ അതുപോലെ തന്നെ ഫയർ പമ്പും. ഓക്കെ, അങ്ങനെ 2 സെക്ഷൻ ഇപ്പോൾ ഇതിൻ്റെ അതിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ജോക്കി പമ്പിനെയും ഫയർ പമ്പിനെയും ഉണ്ടല്ലോ, അതായത് ഓട്ടോ മാനുവൽ ഫംഗ്ഷൻ ആക്കുന്നത് ഈ പാനലിൽ നിന്നായിരിക്കും. അത്രയും മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം നമ്മൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ആവും, നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതായത് നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മതി, എഞ്ചിനെ പിന്നെ അതുപോലെ തന്നെ ജോക്കി പമ്പിനെയൊക്കെ ഓട്ടോ മാനുവൽ മോഡിലോട്ടൊക്കെ ആക്കുന്നത് ഈ പാനലിൽ നിന്നാണ്. ഓക്കെ, ഇവിടെ നിന്നിട്ട് നമുക്ക് മാനുവലി നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കമാൻഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, പിന്നെ അതുപോലെ പ്രഷർ ഗേജിൻ്റെ ഒക്കെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ മെയിൻ എഞ്ചിൻ കൺട്രോൾ പാനലിലായിരിക്കും. ഓക്കെ, അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ അത് കണ്ടോ, അതാണ് പ്രഷർ റിലീസിങ് വാൽവ്. അതായത് നമ്മൾ പറയാറുണ്ട്, ഇപ്പം പൈപ്പിനുള്ളിൽ നമുക്ക് 6 ബാർ പ്രഷർ മതി, അല്ലെങ്കിൽ 5 ബാർ പ്രഷർ മതി, അല്ലെങ്കിൽ 12 ബാർ പ്രഷർ വേണം, അല്ലെങ്കിൽ 10 ബാർ പ്രഷർ വേണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രഷറിന് മുകളിലേക്ക് പ്രഷർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പൈപ്പിനുള്ളിൽ ഓവർ പ്രഷർ ആയി പോകില്ലേ. അപ്പോൾ ആ ഓവർ പ്രഷർ ആവുന്ന സമയത്ത് ആ ഓവറായിട്ട് വരുന്ന പ്രഷറിനെ ഈ ഒരു വാൽവ് എന്ത് ചെയ്യും, റിലീസ് ആയിക്കളയും. മനസ്സിലായോ? അപ്പോൾ പൈപ്പ് കറക്റ്റ് സേഫായിട്ട് അവിടെ നിന്നോളും, പൈപ്പിന് ഡാമേജോ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പം ഒരുപാട് ഓവർ പ്രഷർ ആവുന്ന സമയത്ത് ഈ പ്രഷർ റിലീസിങ് വാൽവ് വഴി ആ ബാക്കി അഡീഷണൽ വരുന്ന പ്രഷറിനെ അങ്ങ് റിലീസാക്കി വിട്ടോളും. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രഷർ റിലീസിങ് വാൽവിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ഫയർ ഹൈഡ്രൻറ്റിൻ്റെ ഔട്ട്ലെറ്റ് വാൽവിനെ കുറിച്ചിട്ടാണ്. ഔട്ട്ലെറ്റ് വാൽവ് ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴാണ് നമ്മുടെ ഇത് ചാപ്റ്റർ ക്ലോസ് ആവുക. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫയർ പമ്പിൻ്റെ ഔട്ട്ലെറ്റ് വാൽവ് എന്ന് പറഞ്ഞിട്ടുള്ള വാൽവ്. മനസ്സിലായോ? അപ്പോൾ ഈ ഔട്ട്ലെറ്റ് വാൽവ് എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫയർ പൈപ്പിൻ്റെ ഉള്ളിൽ വെള്ളത്തെ പുറത്തേക്ക് വിടുന്ന വാൽവ് ആയതുകൊണ്ടാണ് അത് ഔട്ട്ലെറ്റ് വാൽവ് എന്ന് പേര് വരാൻ തന്നെ കാരണം. മനസ്സിലായോ? അതുകൂടാതെ ഇതിന് വേറൊരു വാൽവ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് ഇല്ലറ്റ് വാൽവ്. ഇല്ലറ്റ് വാൽവ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയർ ഓഫീസേഴ്സിന് വന്ന് ഈ പൈപ്പ് ലൈനുള്ളിലോട്ട് വെള്ളം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വാൽവ് ആയതുകൊണ്ടാണ് അതിനെ ഇല്ലറ്റ് വാൽവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്തരത്തിലുള്ള വാൽവ് കാണുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആലോചിച്ചോണം, ഇത് ഔട്ട്ലെറ്റ് വാൽവാണ്. മനസ്സിലായോ? അപ്പം ഇവിടെയാണ് ഹോസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഹോസ് ബോക്സ് ഉണ്ട്, അതായത് ഇതിന് പറയുന്ന പേരാണ് ഹോസ് ബോക്സ് എന്ന് പറയും. ഇതിനുള്ളിലൊരു ഹോസ് ഇരിപ്പുണ്ട്. അതായത് ഫയർ പൈപ്പിൻ്റെ ഹോസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബോക്സ് ആയതുകൊണ്ടാണ് ഇതിനെ ഹോസ് ബോക്സ് എന്ന് പേര് വരാൻ തന്നെ കാരണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഹോസ് ബോക്സിൻ്റെ ഉള്ളിൽ 2 ഹോസും ഒരു നോസിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് മറ്റൊരു കാര്യം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്ക കമ്പനികളും ചെയ്തു വെക്കുന്ന ഒരു റോങ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഈ ഔട്ട്ലെറ്റ് വാൽവിൽ എന്താണെന്നറിയോ, ഇതുണ്ടോ, ഇതിന് പറയുന്ന പേരാണ് കൺട്രോൾ വാൽവ് എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ ഔട്ട്ലെറ്റ് വാൽവിൽ ഒറ്റ കൺട്രോൾ വാൽവ് മാത്രമേ കാണത്തുള്ളൂ മിക്ക കമ്പനികളിലും. പക്ഷെ നമ്മൾ വേറൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, ഇത് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള. കണ്ട, അതാണ് ഈ സംഭവം. ഒരു ബട്ടർഫ്ലൈ വാൽവും കൂടെ നമ്മൾ അഡീഷണൽ ഇതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഫയർ ലൈൻ്റെ ഉള്ളിൽ ഒരു 6 ബാർ പ്രഷറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ, ഈ 6 ബാർ പ്രഷർ ഈ ബട്ടർഫ്ലൈ വാൽവ് നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്തിട്ടുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിലുള്ള പ്രഷർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഹോൾഡായിട്ട് നിൽക്കും. മനസ്സിലായോ? ഇവിടെ വന്നിട്ട് ഹോൾഡായിട്ട് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത്
നമുക്ക് ഈ വാൽവ് തുറക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വരും ഇതൊന്ന് ഓപ്പൺ ആക്കണമെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റ്, ഈ ഒരു ബട്ടർഫ്ലൈ വാൽവൂടെ നമ്മൾ അഡീഷണൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ ഈ ഫയർ പൈപ്പിൻ്റെ ഇവിടുന്ന് ഉള്ളിൽ വരുന്ന പ്രഷർ ഇവിടെ വന്നിട്ട് ഹോൾഡ് ആവും. മനസ്സിലായോ? ഇവിടെ വന്നിട്ട് ഹോൾഡായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതുണ്ടോ, നമുക്ക് ഒരു സാധാരണ ഒരു വിരൽ വെച്ചിട്ട് നമുക്ക് ഈ സാധനത്തെ, ഈ ഔട്ട്ലെറ്റ് വാൽവ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? വളരെ ഈസിയാണ്. പിന്നെ പ്രഷർ റിലീസ് ചെയ്യാൻ എല്ലാം തുറന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബട്ടർഫ്ലൈ വാൽവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഫയർ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലേ? അതാണ് ഇതിൻ്റെ ഇങ്ങനെ വാൽവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഔട്ട്ലെറ്റ് വാൽവ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൂടാതെ ഈ അഡീഷണൽ ബട്ടർഫ്ലൈ വാൽവ് സെറ്റ് ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഈ ഒരൊറ്റ വാൽവാണ് നമുക്കുള്ളതെങ്കിൽ, ഈ ഒരു വാൽവ് നമ്മുടെ ഇതിനില്ലെന്ന് വിചാരിച്ചോ, അതായത് ഈ ബട്ടർഫ്ലൈ വാൽവ് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരൊറ്റ വാൽവേ ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് ചില സമയത്ത് ഈ ഫയർ പമ്പൊക്കെ ഓൺ ആവുന്ന സമയത്തുണ്ടല്ലോ, ചിലപ്പോൾ ഇതുവഴി ലീക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ ലീക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പൈപ്പിനുള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്രഷറൊക്കെ ഇങ്ങനെ ഡൗൺ ആയി കഴിയുമ്പോൾ വീണ്ടും എഞ്ചിൻ അവിടെ ഓണായി കഴിയുമ്പോൾ വീണ്ടും അത് ജോക്കി പമ്പ് കറക്റ്റ് ലെവലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഓണാവും. അങ്ങനെ ഇങ്ങനെ ഓണായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? ഇത് പ്രഷർ ലീക്ക് ഉണ്ടെങ്കിൽ ഈ രണ്ട് വാൽവും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു വാൽവും കൂടെ അഡീഷണൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻ കേസ് ഇവിടെ ഒരു ലീക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ അത് അഡ്ജസ്റ്റ് ആയി നിന്നോളും. മനസ്സിലായോ? ഇത് കംപ്ലീറ്റ് നമുക്ക് ക്ലോസ് ആക്കാനും പറ്റും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ലീക്ക് വരത്തുമില്ല, വെറുതെ അനാവശ്യമായിട്ട് എഞ്ചിൻ അവിടെ ഓൺ ആവത്തുമില്ല. അപ്പം ഇനി ഇൻ കേസ് ഇവിടെ ലീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ആയി നിർത്താനും പറ്റും. മനസ്സിലായി? പ്രഷർ. അപ്പം ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാൽവ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഔട്ട്ലെറ്റ് വാൽവിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ എഞ്ചിൻ എപ്പോഴും ഓട്ടോ മോഡിലാണ് കിടക്കേണ്ടത്. ഇൻ കേസ് എഞ്ചിന് ഓട്ടോ മോഡിലായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ നമ്മുടെ പ്ലാന്റിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ഒക്കെ ഒരു ഫയർ എമർജൻസി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരു വർക്കർ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഔട്ട്ലെറ്റ് വാൽവിൽ വന്നിട്ട് ഹോസ് കണക്ട് ചെയ്യും. ഹോസ് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആരെങ്കിലും ആ വാൽവ് ഓപ്പൺ ആക്കും. വാൽവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇതിനുള്ളിൽ കാണിച്ചിരിക്കുന്ന പ്രഷർ എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 6 ബാർ പ്രഷർ. 6 ബാർ ആ വാൽവ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഈ 6 ബാർ പ്രഷറിന് ലോ ആവുന്ന സമയത്ത് എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? എത്ര ഫോഴ്സിലാണോ നമുക്ക് വെള്ളം വരേണ്ടത് അത്രയും ഫോഴ്സിൽ ഈ വെള്ളത്തെ എന്ത് ചെയ്യും? ഈ ടാങ്കിന് അതിന് വെള്ളം ഇങ്ങനെ സക്ക് ചെയ്തെടുക്കും. ഈ എഞ്ചിൻ സക്ക് ചെയ്തെടുക്കും. ഈ സക്ക് ചെയ്ത് അതേ ഫോഴ്സിൽ തന്നെ ഇതിനെ ഔട്ടർ ലൈനിലേക്ക് വിടും. ഈ ഔട്ടർ ലൈനിൽ നിന്ന് അവർക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള പ്രഷർ അവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ആ പ്രഷറിൽ അവർ അവിടെ ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സംഭവം മനസ്സിലായേ? അപ്പോൾ ഈ ഫയർ പമ്പിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ NBC ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നമ്മുടെ ഒരു പമ്പ് റൂമിൽ ഒരു ഇലക്ട്രിക്കൽ പമ്പ് ഉണ്ടാവണം, പിന്നെ അതുപോലെ തന്നെ ഒരു ഡീസൽ പമ്പ് ഉണ്ടാവണം, പിന്നെ അതുപോലെ തന്നെ ഒരു ജോക്കി പമ്പ് ഉണ്ടാവണം എന്നൊക്കെയുള്ളൊരു ഇതുണ്ട്. അപ്പം നമുക്കുണ്ട് അങ്ങനത്തെ ഒരു പമ്പ് റൂമുണ്ട്. പക്ഷേ അതിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ റൂം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടോട്ടലി ഇപ്പോൾ എല്ലാം കൂടെ കയറി കൺഫ്യൂഷൻ ആവും. ഇത് എന്തുവാ? ഞാനിപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കഴിഞ്ഞാലും ആ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂഷനായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡറി ഏരിയയിലോട്ട് നിങ്ങളെ കൊണ്ടുവന്നത്. ഈ ഒരു ഏരിയയിൽ വെച്ച് തന്നെ നിങ്ങളെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ ഈ ഒരു പമ്പ് റൂമിൽ ഒരു ഒരു ഡീസൽ പമ്പും ഒരു ജോക്കി പമ്പും പിന്നെ ഡീസൽ ടാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ആ ഒരു ബേസിക് കാര്യങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. കാരണം നമ്മൾ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടലി എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഏരിയയിലോട്ട് നിങ്ങളെ ഫസ്റ്റ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പോവും അടുത്ത ലെവലിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളെ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഫയർ ഫൈറ്റിംഗ് നടത്തുന്നു, ഇലക്ട്രിക്കൽ പമ്പിൻ്റെ ഫംഗ്ഷന്, ജോക്കി പമ്പിൻ്റെ എല്ലാം വീണ്ടും നിങ്ങൾക്ക് ഒരു ഇതുകൂടെ വരുന്നുണ്ട്, ഒരു വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ പമ്പ് റൂമിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ,
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മുടെ ഫയർ പമ്പിൻ്റെ വർക്കും പിന്നെ അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് വാൽവിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ചോദിക്കാവുന്നതാണ്. ഞാൻ സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോഴെന്തായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.